ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയുടെ ഫോക്കസ് 30 എന്ന് പറഞ്ഞ ബാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ സെഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ ഈ മാത്സിൻ്റെ എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ മാത്സിൻ്റെ നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻ എന്ന ടോപ്പിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ടോപ്പിക് എക്സാമിന് ആവശ്യം, അതിൻ്റെ സെക്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് വീഡിയോ ക്ലാസ് എങ്കിൽ വീഡിയോ ക്ലാസ്. ഇപ്പം വീഡിയോ ക്ലാസ് ആവശ്യമുള്ളത് മാത്സിനാണ്, അതിന് വീഡിയോ ക്ലാസ് ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് വോയിസ് ക്ലാസ്സുകളാണ് കിട്ടേണ്ടത്, വോയിസ് ക്ലാസ്. അല്ലെങ്കിൽ PDF മെറ്റീരിയൽ മാത്രം വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണെങ്കിൽ അങ്ങനെ. നമ്മൾ അതായത് ഡീപ്പ് കയറി പറഞ്ഞു പോകാൻ ഇത് ഓൺലൈൻ ക്ലാസ്സസ് അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സെഷൻസ് അല്ല. ഞങ്ങൾ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി എക്സാം നടത്തുന്ന ഒരു ബാച്ചാണ്. ആ എക്സാം നടത്തുന്ന ബാച്ചിന് നിങ്ങൾക്ക് എന്താണോ ബേസ് വേണ്ടത് ആ ബേസ് ഞങ്ങൾ പറഞ്ഞു തരും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് എഴുതുക. അപ്പോൾ ടോപ്പിക്ക് നേരത്തെ തരുന്ന വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. PSCയുടെ ക്ലാസ്സുകൾ കാണാം, എന്ത് വേണോ, ഏത് യൂട്യൂബ് സെഷൻസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ബേസിസ് സ്ട്രക്ചർ എങ്ങനെ ബിൽഡ് ചെയ്ത് തരും അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തുള്ള എക്സാംസ് ആയിരിക്കും വരിക. ഓക്കെ, കാർഡ് കയറി പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാം. PSC പോലെ നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് കയറി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു എക്സാമിൻ്റെ ഒരു നിലവാരമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ലെവൽ വരെ വന്ന് നിന്നിട്ടാണ് എക്സാംസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻസ് ആണ് ആദ്യം പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ് അല്ലേ. നമുക്ക് പലതരം നമ്പേഴ്സുകൾ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ്, ഒന്ന് ഹോൾ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, കോമ്പോസൈറ്റ്, പ്രൈം. ഈ കോമ്പോസൈറ്റും പ്രൈമും അത്യാവശ്യം ഒരു ഹോട്ട് ഏരിയയാണ്. നമുക്ക് ആ സാധനം പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. കോമ്പോസിറ്റും പ്രൈമും. ഇനി എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാലോ, എണ്ണൽ സംഖ്യകളാണ് അല്ലേ. എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതാണ്. എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാണ് എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളെങ്കിൽ നമ്മൾ എന്ത് വേറെ പേര് പറയും, നിസ്സർഗ സംഖ്യകൾ. എന്താണ് നിസ്സർഗ സംഖ്യകൾ നമ്മൾ പറയും. എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ എന്താണ് നിസ്സർഗ സംഖ്യകൾ. ഇത് ജസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയാന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുണ്ട്, നിസ്സർഗ സംഖ്യകളുണ്ട്. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് 1, 2, 3, 4 എന്ന് എണ്ണാൻ കഴിയുന്ന സംഖ്യകൾ. 0-ൽ ആരംഭിക്കാത്ത സംഖ്യയാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്നാൽ 0-ൽ ആരംഭിക്കുന്നത് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. 0-ൽ ആരംഭിക്കുന്ന നമ്മൾ എന്ത് പറയും, ഹോൾ നമ്പേഴ്സ് അല്ലേ. 0-ൽ ആരംഭിക്കുന്നത് നമുക്ക് എന്താണ്, ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. 0-ൽ ആരംഭിക്കുന്നത് നമുക്ക് എന്ത് പറയാം, ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും, ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും. ഇരട്ട സംഖ്യകൾ 2-ൽ നിന്നാണ് ആരംഭിക്കുന്നത്. 2, 4, 6, 8 എന്ന് പറഞ്ഞ് 2 ഡിഫറൻസ് വെച്ച് പോകുന്നത്. 2-ൽ നിന്ന് ആരംഭിക്കുന്ന 2 വെച്ച് ഡിഫറൻസ് കയറി പോകുന്ന നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ഞാൻ ബേസിക്സ് ആണ് കേട്ടോ പറയുന്നത്. ഇത് അറിയാവുന്നവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ പോർഷൻസ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് 1, 3, 5, 7 അങ്ങനെ പോകുന്നതാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ സംഖ്യകൾ. ഒന്നിൽ ആരംഭിക്കുന്ന ഒറ്റ സംഖ്യകൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, 1-ൽ നിന്ന് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1, ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2. ഓർത്തിരിക്കുക. ഇവിടെ നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ രണ്ട് ഇരട്ട സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇരട്ട സംഖ്യ കിട്ടും. 2 ഇരട്ട സംഖ്യകൾ നമ്മൾ ഗുണിച്ചാലോ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇരട്ട സംഖ്യ കിട്ടും. എന്നാൽ 2 ഒറ്റ സംഖ്യകൾ നമ്മൾ കൂട്ടുകയാണ് 1+3 എന്ന് നമുക്ക് കിട്ടുന്നത് ഇരട്ട സംഖ്യയാണ്. 2 ഒറ്റ സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. എന്നാൽ 2 ഒറ്റ സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു ഒറ്റ സംഖ്യയാണ്. ഓഡ് നമ്പേഴ്സിൽ ഏതെടുത്താലും ഇത് തന്നെയാണ്. 2 ഒറ്റ സംഖ്യകൾ നമ്മൾ കൂട്ടിയാൽ ഇരട്ട കിട്ടും. 2 ഒറ്റ സംഖ്യകൾ നമ്മൾ ഗുണിച്ചാൽ നമുക്കൊരു ഒറ്റ കിട്ടും. ക്ലിയർ ആണല്ലോ, അത് ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്, അഥവാ എന്താണ്, പൂർണ്ണസംഖ്യകൾ അല്ലേ. -1, -2, -3, -4 ഇതെല്ലാം ഇൻക്ലൂഡായി പോകുന്ന, ഇതിങ്ങനെ പോകുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി കോമ്പോസൈറ്റും പ്രൈമും. കോമ്പോസൈറ്റിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഭാജ്യസംഖ്യകളാണ് കേട്ടോ. ഭാജ്യസംഖ്യകൾ എന്നാണ് നമ്മൾ എന്താ പറയുന്നത്, കോമ്പോസൈറ്റിനെ പറയുന്നത്. എന്നാൽ പ്രൈം നമ്പേഴ്സ് നമ്മൾ പറയുന്നതാണ് അഭാജ്യസംഖ്യകൾ എന്നാണ്, അഭാജ്യസംഖ്യകൾ. ഓക്കെ, ഇതാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഭാജ്യസംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകൾ. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്നാണ് അഭാജ്യസംഖ്യകൾ. അപ്പം കോമ്പോസൈറ്റ് 4, 6, 8, 9 4, 6, 8, 9 അങ്ങനെ പറയുന്നതാണ് ഭാജ്യസംഖ്യകൾ. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അഭാജ്യസംഖ്യകൾ 2, 3, 5, 7 എന്ന് പറയുന്നതാണ് അഭാജ്യസംഖ്യകൾ. ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ നമുക്കറിയാം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്, 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്, 2 ആണ്. ഓക്കെ, ഇനി ഈ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് പറഞ്ഞാലും ജസ്റ്റ്. ഓക്കെ, ഇപ്പം 4 നമ്മൾ എടുത്തെന്ന് വെച്ചു. 4 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, 1 × 4 4, 2 × 2 4.
ഇങ്ങനെ ഭാജിച്ചെഴുതാൻ പറ്റുന്നതാണ് ഭാജ്യസംഖ്യകൾ. എന്നാൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്കിപ്പോൾ പ്രൈം നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1×2 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 3 എടുത്തു, 1×3 എന്ന് പറഞ്ഞാൽ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ടേബിൾ ചെയ്ത് തരാം. അപ്പോൾ 1×2 എന്ന് പറയുന്നത് 2, 1×3 എന്ന് പറയുന്നത് 3, ഇങ്ങനെ പോകുന്ന പ്രൈം നമ്പേഴ്സാണ്. ഇതിന് എന്തില്ല, ഒരു കോമ്പോസിറ്റ് പോലെ വരും. അങ്ങനെ വരുന്നതിന് നമ്മൾ കോമ്പോസിറ്റ് എന്നും വരാത്തതിന് നമ്മൾ എന്ത് പറയും, പ്രൈം എന്നും പറയും. ഓക്കെ, അത് എത്ര ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ രണ്ടിലും പെടാത്തൊരു നമ്പറുണ്ട്, കോമ്പോസിറ്റിലും പ്രൈമിലും പെടാത്തൊരു നമ്പർ, അതാണ് 1 എന്ന് പറയുന്ന നമ്പർ കേട്ടോ. കോമ്പോസിറ്റിലും വരില്ല, രണ്ടിലും വരില്ല, കോമ്പോസിറ്റിലും വരില്ല, പ്രൈമിലും വരാത്തൊരു നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് നമ്പർ എന്ന് പറയും, അത് 1 അപ്പം ഓർത്തിരിക്കുക, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2, ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യയായ പ്രൈം നമ്പർ അതും 2 തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇത്രയാണ് എന്ത് പറയുന്നത്, നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻസിൻ്റെ ഈ നമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ബോട്ട് മാസ് ആണ് കേട്ടോ. ബോട്ട് മാസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കണക്ക്, ഒരു പ്ലസും മൈനസും ഇൻറ്റു അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും എല്ലാം കൂടെ തന്ന ഒരു വലിയൊരു കണക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ബോട്ട് മാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോട്ട് മാസ് ടെക്നിക്ക് എന്ന് എനിക്കറിയാം. ഇതിനെ കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഓക്കെ, നാളെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാം കാണും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പോലെ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഇക്വേഷൻ എഴുതാണ്. 10 3 × 5 - 2 + 6 ഇങ്ങനെ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് തരാണ്. ÷ 3 അങ്ങനെ തരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കണക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം ബോട്ട് മാസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ബ്രാക്കറ്റ് ഉണ്ട്, ഇതുപോലൊരു ബ്രാക്കറ്റ് ഉണ്ട്, ഇങ്ങനൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ബോട്ട് മാസിൽ ബ്രാക്കറ്റ് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇനി ഓർത്ത ഓർഡർ, ചിലർ ബ്രാക്കറ്റ് ഓഫെന്നും ഓപ്പണും എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓർഡർ എന്നാണ് പറയുന്നത്. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം x² √x. ഓക്കെ, ഈ രണ്ട് അതായത് ഒരു സ്ക്വയർ റൂട്ടോ ഒരു സ്ക്വയേഴ്സോ നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വേണം സോൾവ് ചെയ്യാൻ, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം. പിന്നെ പറയുന്നത് ഡിവിഷനാണ്, അടുത്ത പറഞ്ഞ ഡിവിഷനാണ്. അതിനടുത്ത് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഒരു കണക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കണക്ക് പറയുന്നു 10 നമ്മൾ പറഞ്ഞ ബ്രാക്കറ്റ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കിടക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ബ്രാക്കറ്റിൽ കിടക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇപ്പം 3 × 5 - 2 നമുക്കിവിടെ അറിയാം ഓർഡറില്ല, ഡിവിഷനില്ല, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 3 × 5 15. ഞാൻ വെറുതെ എഴുതിയ ഇക്വേഷനാണ് കേട്ടോ, ഒരു ഇതാണ്, ഒരു കണക്കാണ്. 3 × 5 15, 15 - 2 അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അപ്പം ബ്രാക്കറ്റിലുള്ളത് സോൾവായി. പിന്നെ നമ്മൾ അടുത്ത് നോക്കണം, അടുത്തത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് നമ്മൾ നോക്കി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. ഇതിൻ്റെ 2 സ്റ്റെപ്സ് ഞാൻ താഴെ തന്നിട്ടുണ്ട്, ജസ്റ്റ് 2 കണക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബോട്ട് മാസിൻ്റെ മെയിൻ. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു കണക്ക്, ഇപ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തതാണ്. ഇനി ഞാൻ ഇങ്ങനൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് +5 - 2 പിന്നെ ഇങ്ങനൊരു ബ്രാക്കറ്റ് കൊടുത്ത് പോയാൽ ആദ്യം ഈ ബ്രാക്കറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള സോൾവ് ചെയ്യണം. അടുത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള സോൾവ് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ പുറത്തൊരു -5 കാണാം. അപ്പം നമ്മൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ബ്രാക്കറ്റ് ആദ്യം റൗണ്ട് ബ്രാക്കറ്റ്, പിന്നെ നമ്മൾ ഈ ബ്രാക്കറ്റ്, പിന്നെ വലിയ ബ്രാക്കറ്റ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ബ്രാക്കറ്റ്, അങ്ങനെ നമ്മൾ ചെയ്ത് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തെന്ന് പറയുന്നത് അവിടെ കണക്കാണ്. ജസ്റ്റ് ഇപ്പം ഒരു കണക്ക് എഴുതിയിട്ടുണ്ട്, 6 + 2 × 3 അല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 6 + 2 × 3 എന്ന് പറഞ്ഞപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ 2 × 3 6 ചെയ്യും. പിന്നെ 6 + 6 അല്ലേ 12, ഇങ്ങനെ ഒരു കണക്ക് വരും. അടുത്ത് നമ്മൾ നോക്കുമ്പം അപ്പോൾ ഒരു കണക്ക് 85 - 3 × 7 + 30 ÷ 8 - 3. ആദ്യം ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിലുള്ള ചെയ്യുക, 8 - 3. ഓക്കെ, എത്രയാണ്, 5. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിവിഷൻ വേണം ചെയ്യാൻ. 30 ഡിവൈഡ് ബൈ ഇവിടെ എത്ര നമ്മൾ സോൾവ് ചെയ്ത് 5 കിട്ടിയില്ലേ, 30 ÷ എത്ര ചെയ്യുക, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അടുത്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ബോട്ട് മാസിന് BODM അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ 3 × 7 എത്ര, 21. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താണ്, ഡി കഴിഞ്ഞ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, പിന്നെ അത് കൂട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പം 85 - 21 + 6 എന്ന് വരും. ഓക്കെ, 81 - 21 + 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് അങ്ങ് 85 - അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 70 എന്ന് ഉത്തരം കിട്ടും.
ഓക്കെ, ഇങ്ങനൊരു സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് അങ്ങ് 85 - 21 ഇപ്പോൾ സാറ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് 70 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്, അത് ഓർത്തിരിക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് 2 കണക്കിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ നാളെ. ഓക്കെ, അടുത്ത കുറച്ച് എണ്ണൽ സംഖ്യകളുടെയും അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെയൊക്കെ നമ്മുടെ സമ്മ് കണ്ടുപിടിക്കുന്ന 1-2 മോഡൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ മോഡൽ നോക്കാം. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. n നാച്ചുറൽ നമ്പേഴ്സിനകത്ത് ഇപ്പം നമ്മൾ n എണ്ണസംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? n × n + 1/2 എന്നാണ്. n × n + 1/2 എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 2 കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 50 എണ്ണസംഖ്യകൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 50 × 50 + 1 / 2 ചെയ്യുമ്പം നിങ്ങൾക്ക് എത്ര കിട്ടുന്നു? 1275 അല്ലേ? 1275. അപ്പം ഇങ്ങനെ n എണ്ണൽ സംഖ്യകൾ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം 50 × 50 + നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ 20-നും 30-നും ഇടയിൽ അങ്ങനെ വരുന്ന കണക്കുകളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് എന്താണ്? 50 × 50 + 1/2. അതുപോലെ ആദ്യത്തെ 100 നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 100 × 100 + 1/2 അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 50 50 ഇങ്ങനൊരു ആൻസർ വരും. ക്ലിയർ ആണല്ലോ? അപ്പം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. n × n + 1/2. അപ്പോൾ അടുത്തത് ഞാൻ പറയാണ്, സം ഓഫ് n ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ n × n + 1 മാത്രം മതി, /2 വേണ്ട. നമ്മളവിടെ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ n × n + 1/2 ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 50 × 50 + 1 ചെയ്താൽ മതി, 1550. ഓക്കെ, അപ്പോൾ ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കാൻ n × n + 1 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ 2 കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ 50 ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞില്ല 50 × 50 + 1. അപ്പോൾ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കുക എന്താണ്? 25 × 25 + 1 ചെയ്ത് നോക്കിയാൽ മതി, 650. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അത് 2 മോഡൽ നമ്മളിപ്പോൾ ചെയ്തായിരുന്നു. അടുത്ത 3ാമത്തെ മോഡൽ എന്താണ്? ഒറ്റ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പം എത്രയാണ്? ഇപ്പം ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ സമ്മാണ് ചോദിക്കണമെങ്കിൽ 30ൻ്റെ സ്ക്വയർ എടുത്താൽ മതി, 900. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ 25 സ്ക്വയർ എടുത്താൽ മതി, 625. ആദ്യത്തെ 15ൻ്റെ ഒറ്റ സംഖ്യകളുടെ സമ്മാണ് ചോദിക്കണമെങ്കിൽ 15ൻ്റെ സ്ക്വയർ എടുത്താൽ മതി, 225. 75ൻ്റെത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 75ൻ്റെ സ്ക്വയർ 5625. അപ്പോൾ എത്രയാണോ നോക്കുക, ആദ്യം ചോദ്യം നോക്കുക. ആദ്യത്തെ സം ഓഫ് 25 × 25 30 30 അത് ഓടാണോ ഈവൻ ആണോ നാച്ചുറൽ ആണെന്ന് മനസ്സിലാക്കി എഴുതുക. നാച്ചുറൽ ആണെങ്കിൽ n × n + 1/2 എന്ന് പറഞ്ഞ് ചെയ്യുക. ഇനി ഈവൻ ആണെങ്കിൽ n × n + 1 വെച്ച് ചെയ്യുക. ഇനി അത് ഓടാണെങ്കിൽ n സ്ക്വയർ വെച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പം നമുക്കിനി അടുത്ത മോഡൽ 4ആണ്. 4-നകത്ത് പറയുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് ചോദിക്കുന്നത്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ എന്താണ് അല്ലെ എത്ര എണ്ണൽ സംഖ്യകളുടെ സ്ക്വയേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ n × n + 1 2n + 1/6 എന്ന് പറയും. n × n + 1 2n + 1/6. ഓക്കെ, നമുക്ക് നോക്കാം. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ സമ്മാണ് ചോദിക്കുന്നത്. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിൻ്റെ സമ്മ്, അതായത് ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പം 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ 6 സ്ക്വയർ എന്നെടുത്താൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ എന്താണ് സമ്മാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. n × n + 1 2n + 1/6 അല്ലേ? അപ്പോൾ അതായത് ഇപ്പം 6 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 അതിലൂടെ 6 + 1 അതിലൂടെ 2 × 6 + 1/6. അപ്പോൾ ആൻസർ എത്ര എന്ന് വരും? 91 എന്ന് വരും. ചെയ്തു വരുമ്പോൾ എത്ര വരും? 91 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ്? n × n + 1 2n + 1/6.
അപ്പോൾ അതുപോലെ നമുക്ക് നോക്കാം സം ഓഫ് ദ സ്ക്വയേഴ്സ് ദ ഫസ്റ്റ് 12 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 12 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എത്രയെന്നാണ് ചോദിക്കണം. ഓക്കെ, എന്നിൻ്റെ 12. അപ്പോൾ എടുക്കുകയാണെന്ന് നമുക്കറിയാം 12 ഇൻറ്റു 12 എന്താണ് n ഇൻറ്റു n+1 അല്ലേ, n ഇൻറ്റു n+1. ഓക്കെ, 2 ഇൻറ്റു n 12 + 1/6. ഇത് സോൾവ് വരുമ്പോൾ എത്ര വരും? 150. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം 12 ഇൻറ്റു 13 അല്ലേ, 12 ഇൻറ്റു 13 24 + 1/6. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര വരും? 650 എന്ന് പറയും. അപ്പോൾ ഇതാണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 12 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സം ഓഫ് ദ ഫസ്റ്റ്, അത് നമ്മൾ ആദ്യം n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നു, അതിൻ്റെ ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് നമ്മൾ ചെയ്ത് നോക്കി അല്ലേ, 12 നമ്മൾ ചെയ്ത് നോക്കി. അടുത്തത് മോഡൽ 5 ആണ്. ഇപ്പോൾ നമ്മളിപ്പം n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ വെച്ച് സമ്മ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ആദ്യത്തെ അല്ലെങ്കിൽ എത്ര n നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ പറയുന്നത് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മാണ്. n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മ്. അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഇപ്പം 1 ക്യൂബ് + 2 ക്യൂബ് + 3 ക്യൂബ് + 4 ക്യൂബ് + 5 ക്യൂബ്, ഇങ്ങനെ ഞാൻ 5 അങ്ങനെ വരുന്നത് പോലെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച അതേപോലെ തന്നെയാണ് എന്താണ് നമ്മളിപ്പം എത്ര n നാച്ചുറൽ നമ്പേഴ്സ്, ഇപ്പോൾ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ അല്ല, 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. നമ്മളിവിടെ ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിച്ചു, സമ്മ് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടെ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n+1 സ്ക്വയർ ബൈ 2. ഈ n ഇൻറ്റു n+1നെ മൊത്തത്തിലാണ് കേട്ടോ ഇവിടെ സ്ക്വയർ ചെയ്യുന്നത്. n ഇൻറ്റു n+1 സ്ക്വയർ ബൈ 2 ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10 ഇൻറ്റു 10+1 എന്താണോ സ്ക്വയർ ബൈ, മൊത്തത്തിലാണ് സ്ക്വയർ ആണ്, സ്ക്വയർ ബൈ 2. അപ്പോൾ എത്രയാണ്? 10 ഇൻറ്റു 11/2. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്, മൊത്തത്തിലാണ് സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ, മൊത്തത്തിലാണ് സ്ക്വയർ ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 10 ഇൻറ്റു 11 110, 110/2 അല്ലേ, മൊത്തത്തിലാണ് സ്ക്വയർ ആവണം. അപ്പോൾ 110/2 55 സ്ക്വയർ. 55 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3025. സംശയമുണ്ടോ? ഒന്നിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. 10 ഇൻറ്റു 10+1 ഇവിടെ 10 ഇൻറ്റു 10+1 എന്നാണ് പറഞ്ഞത്. സ്ക്വയർ എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് കേട്ടോ സ്ക്വയർ വരുന്നത്. ഇത് മൊത്തത്തിലാണ് സ്ക്വയർ വരുന്നത്. ഓക്കെ, ഇത് മൊത്തത്തിലാണ് സ്ക്വയർ വരുന്നത്. ഓർത്തോണം, മൊത്തത്തിലാണ് സ്ക്വയർ വരുന്നത്. അപ്പം n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. ഓക്കെ, മൊത്തത്തിലാണ് സ്ക്വയർ വരുന്നത്. അപ്പോൾ 10 ഇൻറ്റു 10+1 എന്താണ്? സ്ക്വയർ ബൈ 2. 10 ഇൻറ്റു 11 എത്രയാണ്? 110. അതിൻ്റെ പകുതി 55. അതിൻ്റെ സ്ക്വയർ 3025. അതേപോലെ തന്നെ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പോണത്. 5 നാച്ചുറൽ നമ്പേഴ്സ് നമ്മളിവിടെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n+1 എന്താണ്? ബൈ 2 അല്ലേ, നമുക്കിങ്ങനെ സ്ക്വയർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ എടുക്കാം? എന്നിൻ്റെ എന്ന് പറയുമ്പോൾ 5, 5ൻ്റെ കൂടെ 5+1 എത്രയാണ്? ഇൻറ്റു 6, 6/2 സ്ക്വയർ. 5 ഇൻറ്റു 6 30/2 സ്ക്വയർ. 15 സ്ക്വയർ 225. നമുക്ക് കമ്പ്യൂട്ടറിൽ ഇത്രയും വലിയ സ്ക്വയർ എടുക്കാൻ മീൻസ് ബ്രാക്കറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ ഇങ്ങനെ എടുത്താലും മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓർത്തോണം. അപ്പോൾ മൊത്തത്തിലാണ് സ്ക്വയർ എടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചോണം എന്താണ്? 6 ആദ്യത്തെ 6 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞ് എങ്ങനെ എടുക്കണം? 6 ഇൻറ്റു 7, പിന്നെ അത് 2 ഇൻറ്റു 6 ഇൻറ്റു 1+1 അങ്ങനെ 91 ചെയ്ത് നോക്കുമ്പോൾ കിട്ടാതിരിക്കത്തില്ല. അത് കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നുമില്ല. ഇനി അടുത്തത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് അതിൻ്റെ ടേബിൾ ഞാനിവിടെ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി. പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ ഈസ് എ ഹോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. എന്താണ്?
1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ എടുക്കുകയാണെങ്കിൽ 1 ആൻഡ് 2 അത് മാത്രമേ ഉള്ളൂ അല്ലേ. 1 അതിൻ്റെ ഫാക്ടർ അത് മാത്രം വരുന്നതാണ്. അതിൽ 2 ഫാക്ടേഴ്സ് മെയിനായിട്ട് വരുന്നുള്ളൂ. 1 ആ നമ്പർ തന്നെയാണ്. ഇപ്പം 5 എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 × 5 ആ നമ്പരും 1 ഇത് രണ്ടുമാണ് അതിനുള്ള ആകെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ സംഖ്യയും അതിന് കൂടെ 1 മാത്രമേ ഉള്ളതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 100 വരെ ഉള്ളതിനകത്ത് എവിടെയൊക്കെ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇത് പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 0 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പറുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 മുതൽ 50 വരെ 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇത് പഠിച്ചു വെച്ചിരുന്നാൽ 4 4 8 2 10 10 2 12 3 15 പ്രൈം നമ്പറുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. 0 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പറുകളുണ്ടെന്ന് വെച്ചാൽ 4 ആണ്. അത് 2 3 5 7. അടുത്ത 10 20 ഇടയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആണ്. 11 13 17 19. അടുത്ത 20 തൊട്ട് 30 ആണ് 2 എണ്ണേ ഉള്ളൂ. അത് 23 29. 30 മുതൽ 40 31 37. 40 മുതൽ 50 41 43 47. 50 മുതൽ 60 53 59. 60 മുതൽ 70 61 62. 7 മുതൽ 80 71 ഉണ്ട്, 73 ഉണ്ട്, 79. പിന്നെ 83 89 97. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേന്നാൽ മതി. എന്താണ് 4 10 10 വെച്ചുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. 4 4 2 2 3 2 2 3 2 1 എന്നാണ്. 4 4 2 2 3 2 2 3 2 1. ഇതൊരു ഓർഡറിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 50 വരെ എത്ര ഉണ്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. 50 മുതൽ 100 വരെ. ഇപ്പോൾ അല്ലെങ്കിൽ ചോദിക്കുകയാണ് 0 മുതൽ 100 വരെ എത്ര ഉണ്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ ഇതിനിടയിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനിടയിൽ 100 10 20 ഇടയിൽ എത്ര അങ്ങനെയൊക്കെ വരുന്ന കണക്കുകളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണെന്നുള്ളത് പോർഷൻസ് മാത്രം എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളത്തെ 20 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയുള്ള സമയത്തിരുന്ന് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര ഡെഫിനേഷൻ ചെയ്തു മണിക്കൂറുകളുള്ള ക്ലാസ് എടുത്തു തരാൻ ഇതൊരു ഓൺലൈൻ ക്ലാസ് അല്ല. അത് വേറൊന്നും കൊണ്ടല്ല, എക്സാംസിന് എന്താണ് ആവശ്യം അത് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. അതിനുള്ളത് ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓക്കെ, താങ്ക് യു.